കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിനെതിരെ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ മറപിടിച്ച് ചില വർഗീയ ശക്തികൾ കോളേജിലേക്ക് നുഴഞ്ഞു കയറാൻ നടത്തിയ ശ്രമങ്ങളെ കാഞ്ഞിരപ്പള്ളി രൂപത അംഗങ്ങളും സമുദായ ബോധമുള്ള കേരളത്തിലെ ക്രൈസ്തവരും ചേർന്ന് ശക്തമായ ചെറുത്തുനിൽപ്പിലൂടെ അമർച്ച ചെയ്യുന്ന കാഴ്ച ക്രൈസ്തവ സമൂഹത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന സംഘടിത ബോധത്തിൻ്റെ നേർക്കാഴ്ചകളായി മാറിയിരിക്കുകയാണ്. അമൽജ്യോതിയുടെ മുന്നിൽ നടക്കുന്നത് കേവലം പ്രതിഷേധം എന്നതിന് അപ്പുറം ആസൂത്രിതമായ പെരുച്ചാഴി മോഡൽ തുരന്നു കയറ്റം ആണെന്ന് തിരിച്ചറിഞ്ഞ് കൃത്യമായി തന്നെ പ്രതിഷേധിച്ചവരിൽ ഒരാളാണ് രൂപതയിലെ യുവജന അംഗമായ പെരുവന്താനം സ്വദേശിനി ആലോക ബെന്നി എന്ന +2 കാരി. 2 വർഷമായിട്ട് ഞാൻ വേദപാഠം പഠിപ്പിക്കുന്നു. വേദപാഠ അധ്യാപികയാണ് ഞാൻ. കൃത്യമായിട്ട് ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ പുസ്തകത്തിലുള്ളത് മാത്രമല്ല, നേരെ മറിച്ച് പ്രാവർത്തികമാക്കി കാണിക്കണമെന്ന് കൂടി ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാതെ, ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചിട്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാതെ നിന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. ഇടുക്കി DCC സെക്രട്ടറിയായ ബെന്നി പെരുവന്താനത്തിൻ്റെ മകളായ ആലോക കാര്യങ്ങൾ കൃത്യമായി തന്നെ പഠിച്ച് ഏതെങ്കിലും വ്യക്തികൾക്കോ ഒരു സമുദായത്തിനോ യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാൻ ഇടയില്ലാത്ത പദപ്രയോഗങ്ങളോടെയാണ് തൻ്റെ പ്രതിഷേധവും നിലപാടുകളും വ്യക്തമാക്കിയത്. എന്നാൽ ആലോകയുടെ വീഡിയോ മുസ്ലിം വിരുദ്ധമാണ് എന്ന് ദുർവ്യാഖ്യാനം ചെയ്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് വിപ്ലവ പാർട്ടി പത്രവും താലിബാനെ വിസ്മയമായി കാണുന്ന ചാനലുകളുമാണ്. ലവ് ജിഹാദ് എന്ന പ്രണയക്കണി നീക്കങ്ങൾക്കെതിരെ കാഞ്ഞിരപ്പള്ളി രൂപത കൈക്കൊള്ളുന്ന ജാഗ്രതാ നടപടികളെക്കുറിച്ച് ഗുഡ്നസ് TVയോട് ആലോക സംസാരിച്ചതാണ് ഇപ്പോൾ കടുത്ത മുസ്ലിം വിരുദ്ധ പരാമർശമാണെന്ന് കാട്ടി ഇവർ രംഗത്തെത്തിയിരിക്കുന്നത്. വിപ്ലവ പ്രസ്ഥാനത്തിന് DCCകളോടും അതിൻ്റെ സെക്രട്ടറിമാരോടുമൊക്കെയുള്ള അസ്വസ്ഥത എന്താണെന്ന് ആർക്കും മനസ്സിലാകും. എന്നാൽ ലവ് ജിഹാദ് എന്നറിയപ്പെടുന്ന പ്രണയക്കെണികളെക്കുറിച്ച് ഊഹാപോഹങ്ങൾക്കപ്പുറത്ത് കൃത്യമായ ബോധ്യത്തോടെ ആലോക സംസാരിച്ചത് എങ്ങനെയാണ് മുസ്ലിം വിരുദ്ധമാകുന്നതെന്ന് ഇവർ തന്നെ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. സമൂഹത്തിൽ പേരും പെരുമയുമുള്ള കുടുംബത്തിലെ കുട്ടികളെ നോട്ടമിട്ട് തട്ടിക്കൊണ്ടുപോകാനും അതിന് സാധിച്ചില്ലെങ്കിൽ പ്രണയത്തിൻ്റെ ട്രാപ്പൊരുക്കി കൂടെ കൊണ്ടുപോകുവാനുമുള്ള ശ്രമം കഴിഞ്ഞ 2 വർഷങ്ങളായി കാഞ്ഞിരപ്പള്ളിയിലും പരിസരങ്ങളിലും നടക്കുന്നുണ്ടെന്നും അങ്ങനെ തട്ടിക്കൊണ്ടുപോയ ഒരു കുട്ടിയെ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ അധികൃതർ ചേർന്ന് കൗൺസിലിങ്ങുകൾ നടത്തി തിരിച്ചെത്തിച്ചെന്നും കഴിഞ്ഞ 5 വർഷങ്ങളായി കാണാതായിരിക്കുന്ന കാഞ്ഞിരപ്പള്ളി രൂപതാംഗമായ ജസ്ന ഇപ്പോൾ ഭീകരരുടെ പിടിയിലാണോ എന്ന് സംശയമുണ്ടെന്നുമാണ് ആലോക സന്ദേഹമില്ലാതെ ഊന്നിപ്പറഞ്ഞത്. തനിക്ക് ഉത്തമ ബോധ്യമുള്ള സത്യങ്ങൾ തുറന്നു പറയാൻ ഇന്ത്യൻ പൗരന് അവകാശമുണ്ടെന്ന് ഭരണഘടന ഉറപ്പു തരുമ്പോൾ ഒരു വ്യക്തിയെയും സമുദായത്തെയും മുറിവേൽപ്പിക്കാതെ ആലോക പറഞ്ഞ ഈ കാര്യങ്ങൾ മുസ്ലിം വിരുദ്ധമാണെന്ന് കാട്ടി വാർത്തകൾ ഇറക്കുന്നവർ സമൂഹത്തിൽ 2 സമുദായങ്ങൾ തമ്മിൽ ഭിന്നതയുണ്ടാക്കി മുതലെടുക്കാൻ ശ്രമിക്കുകയാണ്. ലവ് ജിഹാദ് എന്ന കപട പ്രണയത്തിൻ്റെ വിവാദങ്ങൾ കേരളം ഭരിച്ച മുഖ്യമന്ത്രിമാർ അടക്കമുള്ളവർ സമ്മതിക്കുകയും ചെയ്തിട്ടും അതിനെപ്പറ്റി ഇങ്ങനെ ഉറച്ച സ്വരത്തിൽ നടത്തുന്ന പരാമർശങ്ങൾ മാത്രം മുസ്ലിം വിരുദ്ധമാകുന്നത് അങ്ങേയറ്റം കൗതുകം തന്നെ. ലവ് ജിഹാദ് പോലെയുള്ള പ്രണയക്കെണികളെ ഭൂരിഭാഗം വരുന്ന മുസ്ലിമുകളും തള്ളിപ്പറയുമ്പോൾ തന്നെ ഗൂഢലക്ഷ്യങ്ങളോടെ ചിലർ ചെയ്യുന്ന കാര്യങ്ങളെ മുസ്ലിം സമുദായത്തിൻ്റെ മൊത്തം തലയിൽ കെട്ടിവെച്ച് തമ്മിലടിപ്പിച്ച് മുതലെടുപ്പ് നടത്തുന്നത് തികച്ചും ദൗർഭാഗ്യകരമാണ്. അമൽജ്യോതി കോളേജിൽ നടന്ന ദൗർഭാഗ്യകരമായ ആ ആത്മഹത്യ പോലും ഇസ്ലാമിസ്റ്റുകൾക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ പരിശ്രമിച്ച പാർട്ടി പത്രം മറിച്ചൊരു വാർത്ത നൽകുമെന്ന് ചിന്തിക്കുന്നവരല്ലേ വിഡ്ഢികൾ. സഖാക്കൾ തിരിച്ചറിയുക, ആലോകയുടേത് ഒറ്റപ്പെട്ട ശബ്ദമല്ല. അതുകൊണ്ട് തന്നെ ആലോകയെയും അവളുടെ പിതാവ് ബെന്നിയെയും ചീത്ത വിളിച്ചും വർഗീയ കോമരങ്ങളെന്ന് പരിഹസിച്ചും ഉണർന്നെഴുന്നേറ്റ ക്രൈസ്തവ യുവതയുടെ വായടപ്പിക്കാമെന്ന് ആരും കരുതണ്ട. പ്രതികരിക്കേണ്ട വിഷയങ്ങളിൽ ഇനിയും ക്രൈസ്തവ സമൂഹം പ്രതികരിക്കാൻ തന്നെയാണ് തീരുമാനം. കാരണം ക്രൈസ്തവ സമൂഹം മുന്നോട്ട് പോകുന്നത് ആരുടെയും ഔദാര്യത്തിലല്ല എന്നത് തന്നെ. പകൽ ചെങ്കൊടിയും രാത്രി പച്ചക്കൊടിയും ഏന്തുന്ന പുതിയ സഖാക്കളെ പാർട്ടി ഇക്കാര്യം ബോധ്യപ്പെടുത്തണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തട്ടെ. ഇനി താലിബാൻ വിസ്മയങ്ങൾ നടത്തിയ അഭിപ്രായ പ്രകടനത്തെക്കുറിച്ച് പറയട്ടെ. ആലോകയുടെ പ്രസ്താവന അടിസ്ഥാനമാക്കി ക്രിസംഗികളെ കോൺഗ്രസ് എങ്ങനെ നേരിടുമെന്നാണ് അവരുടെ ചോദ്യം. അതായത് ആലോകയുടെ പിതാവ് കോൺഗ്രസ്കാരൻ ആയതുകൊണ്ട് ആലോകയ്ക്കും പിതാവിനും ക്രൈസ്തവ സമുദായത്തിൻ്റെ പ്രശ്നങ്ങൾ പറയാൻ അവകാശമില്ലെന്നും പറഞ്ഞാൽ ക്രിസംഗി എന്ന ചാപ്പ കുത്തും എന്നുമാണ് ഇന്ത്യ നാളെ ഒരു ഇസ്ലാമിക രാജ്യം ആകും എന്ന് സ്വപ്നം കണ്ട് പ്രവർത്തിക്കുന്നവർ പറയുന്നത്. ലക്ഷ്യം വളരെ വ്യക്തമാണ്. ഇനി ഒരു കോൺഗ്രസ്സുകാരനും ഭാവിയിൽ സഭയ്ക്ക് വേണ്ടി ശബ്ദിക്കരുത്. ശബ്ദിച്ചാൽ അവർ പൊളിറ്റിക്കൽ ഇസ്ലാമിന് എതിരായതുകൊണ്ട് അവരെ ഏത് വിധേനയും അപകീർത്തിപ്പെടുത്തി തോൽപ്പിക്കും.
കാര്യങ്ങളുടെ പോക്ക് എവിടെ വരെ എത്തിയെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ ഈ പ്രതികരണം കോൺഗ്രസ് പാർട്ടിയിൽ വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് ക്രൈസ്തവരെ സഹായിക്കട്ടെ.